നേരിനും മനസാക്ഷിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ പിന്നെ അവിടെ ഭയത്തിന് സ്ഥാനമില്ല. സ്നാപയോഹന്നാൻ്റെ രക്തസാക്ഷിത്വം അതാണ് പറയാൻ ശ്രമിക്കുന്നത്. യേശുവിന് വേണ്ടി വഴിയൊരുക്കാൻ നിയോഗം ലഭിച്ചവൻ പിന്നെ ആ വഴിയിലുള്ള കല്ലും മുള്ളും ഒന്നും ഗൗനിക്കേണ്ടതില്ല. പ്രവാചക ശബ്ദത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഹെറോദോസിനെ പോലുള്ളവർ ചെയ്യുന്നത് ഒരു തരത്തിൽ വിത്തിനെ കുഴിച്ചിടുന്നത് പോലെയാണ്. എത്ര ആഴത്തിൽ കുഴിച്ചിടാൻ ശ്രമിച്ചാലും അത് മുളപൊട്ടി പുറത്തു വരിക തന്നെ ചെയ്യും. സത്യത്തെ മൂടിവെക്കാൻ അധിക നാൾ ആർക്കും സാധിക്കില്ല. ഇന്നത്തെ കാലത്തും സത്യം വിളിച്ചു പറയുന്ന ആൾക്കാരുടെ നേരെ ഭരണകൂടത്തിൻ്റെ ആയുധം നിശബ്ദത എന്നാണെന്ന് തോന്നിയിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ കൃത്രിമത്വം കാണിച്ച് ജനങ്ങളെയും രാജ്യത്തെയും വഞ്ചിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ഇന്ന് പലയിടങ്ങളിലായി പല രൂപത്തിൽ സ്നാപക സ്വരങ്ങൾ ഉയരുന്നുണ്ട്. അവരെ ഇല്ലാതാക്കാൻ നോക്കുന്നവർ ചെയ്യുന്നതും ഈ വിത്ത് കുഴിച്ചിടൽ പ്രക്രിയയാണ്. വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ രക്തസാക്ഷിത്വ തിരുനാളിന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യവും മനസ്സും നൽകണമെന്ന്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.